ഹലോ ഗൈസ്, കൃഷിയിടത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മളെ കടുകാണ്. കടുക് കൃഷി പഞ്ചാബിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ സമയത്താണ് അതിൻ്റെ വിളവെടുപ്പ് സമയമാവണത്. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കണ്ട, ഇതാണ് കടുകിൻ്റെ തോട്. ആ തോട് പൊളിച്ചെടുക്കുമ്പം നമുക്ക് കടുക് കിട്ടും. കണ്ട, നല്ല രസമുണ്ടല്ലേ. ഈ സാധനമാണ് ഇനി അടിച്ച് പൊട്ടിച്ച് നമ്മൾ ചെറിയ കടുവാക്കി മാറ്റില്ല, അതിനകത്ത് കടുവുണ്ട്. ആ സാധനം നമ്മൾ കവറിലാക്കി ഓരോ കമ്പനി മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടണത്. കണ്ടോ, ഇത്രയും ഏരിയ അവർ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കളഞ്ഞതെന്ന് വെച്ചാൽ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ട് ഭാഗമായിട്ടാണ് അവർ കട്ട് ചെയ്യണം. ആദ്യം മേൽഭാഗവും പിന്നെ താഴ്ഭാഗവും. മേൽഭാഗത്തിലാണ് ഈ കടുവെല്ലാം മാറുന്നത്. അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. മറ്റതെല്ലാം രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് കട്ട് ചെയ്ത് വരുന്നത്. ഇത് മെയിനായിട്ട് രണ്ടാമത്തെ ഈ ഭാഗം കണ്ട ഞാൻ കാണിച്ചു തരണം. ഇത് മറ്റേ പശുവിന് കൊടുക്കാനും പിന്നെ വെള്ളം തിളപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് കടുകിൻ്റെ മെയിൻ സ്ഥലം. കണ്ട, ഇത് വെട്ടാത്ത കടുവാണ്. ഇത് ചെടിയായിട്ട് നിൽക്കണേ ഉള്ളൂ. കണ്ട, നല്ല പൊക്കോട്. ഈ ക്യാമറ പൊക്കി പിടിച്ചാണ് എടുക്കുന്നത്, അല്ലാതെ കിട്ടൂല അത്. ഇത്ര ഏരിയ അവർ ക്ലിയർ ചെയ്തു. രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ഇത്രയും നേരമായിട്ട് അവരും തീർന്നിട്ടില്ല. ഇനിയും ഉണ്ട് ഏരിയ. ഇതിപ്പോൾ അവർ 3 നേരം ഉണ്ടായിട്ടാണ് ഇത്രയും പെട്ടെന്ന് തീർന്നത് തന്നെ. സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര അധ്വാനിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവർ അധ്വാനത്തിന് മുമ്പിൽ ഒന്നുമല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ എന്തുവാണ് അധ്വാനിക്കുന്നത്? ഫുൾ ടൈം ഓഫീസ് വർക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോൾ അത് പറഞ്ഞ കാര്യമല്ലോ, അടുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളില്ലേ. അപ്പം ഇതാണ് കൃഷി. ഈ പുള്ളിക്കാരൻ്റെ സ്ഥലമാണ് കേട്ടോ. പുള്ളിക്കാരനെ വീഡിയോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് അതാണ് കാണിക്കാത്ത. അല്ല, ഇത്രയും വെട്ടി വെച്ചതാണ് അവർ. കഷ്ടപ്പാടില്ലാതെ ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം നിങ്ങളിലേക്ക് ഈ കടുക് കൃഷി എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പഞ്ചാബിൽ മാൽവ എന്ന് പറയുന്ന കുറച്ച് ഏരിയയിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്യണത് കേട്ടോ. ഈ മാൽവ ഏരിയയിലാണ് ഈ ബട്ടിൻ്റെ എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞത്. ഏപ്രിൽ മെയ് ടൈമിലാണ് ഇതിൻ്റെ കൊയ്ത്ത് സമയമായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഏപ്രിലായല്ലോ, അപ്പം അതിൻ്റെ സമയമായിട്ടുണ്ട്. അതാണ് ഇപ്പം എല്ലാവരും ഇപ്പം വെട്ടി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ കുറ്റികളാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് വെട്ടിയാലും ഇതിൻ്റെ കുറ്റികൾ മണ്ണിൽ കാണും. പക്ഷേ അത് ട്രാക്ടർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് ഇളക്കി കളയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടാറ്റാ.